നിത്യജീവിത സംഭാഷണത്തിൽ ചില ചെറിയ വാക്യങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അത്തരം വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗത്തു നിന്നും നിർമ്മിച്ചു നോക്കാം. കം എന്ന പദത്തിന് വരിക എന്നർത്ഥമാണല്ലോ. എങ്കിൽ പ്ലീസ് കം ഹിയർ, ദയവായി ഇവിടെ വരൂ. വിച്ച് ക്ലാസ് അല്ലെങ്കിൽ വാട്ട് ക്ലാസ് ആർ യു ഇൻ. വിച്ച് ക്ലാസ് അല്ലെങ്കിൽ വാട്ട് ക്ലാസ് ആർ യു ഇൻ. ഒരു കുട്ടിയോട് ഏത് ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഗോ എന്ന വാക്കിൻ്റെ അർത്ഥം പോവുക എന്നാണല്ലോ. ഡോണ്ട് ഗോ ദയർ. ഡോണ്ട്, അരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. സിമ്പിൾ പ്രസൻറ്റിൽ ഡു ഉപയോഗിക്കുന്ന രീതികൾ പഠിച്ചിട്ടുണ്ടല്ലോ. നിഷേധ രൂപത്തിൽ ഡുവിനോടൊപ്പം നോട്ട് ചേർത്ത് ഡോണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അരുത് എന്നർത്ഥത്തിൽ ക്രിയയുടെ മുമ്പിൽ ഡോണ്ട് ചേർത്താൽ മതി. ഡോണ്ട് ഗോ ദയർ, അവിടെ പോകരുത്. ഡോണ്ട് ടോക്ക് ടു ഹിം. ടോക്ക് എന്നാൽ മിണ്ടുക, സംസാരിക്കുക. ഡോണ്ട് ടോക്ക് ടു ഹിം, അവനോട് മിണ്ടരുത്. ഡോണ്ട് ടോക്ക് ടു ഹെർ എന്നാണെങ്കിലോ, അവളോട് മിണ്ടരുത്. ഡോണ്ട് ടോക്ക് ടു മീ, എന്നോട് മിണ്ടരുത്. ഡോണ്ട് ബി ഫ്രണ്ട് വിത്ത് ഹിം. ഫ്രണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം സുഹൃത്ത് അല്ലെങ്കിൽ കൂട്ടുകാരൻ, കൂട്ടുകാരി എന്നൊക്കെയല്ലേ? അതിൻ്റെ മുന്നിൽ ബി ചേർത്ത് പറയുമ്പോൾ കൂട്ടുകൂടുക എന്നർത്ഥം വരും. അപ്പോൾ ഡോണ്ട് ബി ഫ്രണ്ട് വിത്ത് ഹിം, അവനോട് കൂടരുത്. അവളോട് എന്നാണെങ്കിൽ വിത്ത് ഹർ എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് എ ബാഡ് ഹാറ്റ്. ഹാറ്റ് എന്ന വാക്കിന് തൊപ്പി എന്നാണ് അർത്ഥം. എന്നാൽ ബാഡ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ പോക്കിരി എന്നാണ് അർത്ഥം. കൊള്ളരുതാത്ത സ്വഭാവത്തിൻ്റെ ഉടമ, പോക്കിരിയായിരിക്കുന്നവൻ. ഹീസ് എ ബാഡ് ഹാറ്റ്. ഫിയാൻസി എന്ന പദം അർത്ഥമാക്കുന്നത് പ്രതിശ്രുത വരൻ, പ്രതിശ്രുത വധു എന്നൊക്കെയാണ്. വിവാഹം കഴിക്കാനിരിക്കുന്ന ആൾ. പ്രതിശ്രുത വരൻ, പ്രതിശ്രുത വധു. ഹൗ ഈസ് ഹിസ് ഫിയാൻസി. അവൻ്റെ ഫിയാൻസി അല്ലെങ്കിൽ പ്രതിശ്രുത വധു എങ്ങനെയുണ്ട് എന്നാണ് ചോദ്യം. ഷീ ഈസ് എ ഗ്രീക്ക് ഗോഡസ്. ഗ്രീക്ക് ഗോഡസ് എന്നാൽ സുന്ദരി. ഷീ ഈസ് എ ഗ്രീക്ക് ഗോഡസ്, അവളൊരു സുന്ദരിയാണ്. ഷീ ഈസ് നോ ഗ്രീക്ക് ഗോഡസ് എന്നാണ് പറയുന്നതെങ്കിലോ അവൾ സുന്ദരിയല്ല. ഹൗ ഈസ് ഹെർ ഫിയാൻസി. അവളുടെ എന്നാകുമ്പോൾ ഫിയാൻസിക്ക് പ്രതിശ്രുത വരൻ എന്നർത്ഥം വരും. ഹൗ ഈസ് ഹെർ ഫിയാൻസി, അവളുടെ പ്രതിശ്രുത വരൻ, അവളുടെ പ്രതിശ്രുത വരൻ എങ്ങനെയുണ്ട്? ഹീസ് എ ഗ്രീക്ക് ഗോഡ്. ഗ്രീക്ക് ഗോഡ് എന്നാൽ സുന്ദരൻ. ഹീസ് നോ ഗ്രീക്ക് ഗോഡ് എന്നാണെങ്കിലോ അവൻ സുന്ദരനല്ല. കോൾ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിക്കുക എന്നാണല്ലോ. കോൾ മീ ആഫ്റ്റർ 5 o'clock. ആഫ്റ്റർ ശേഷം. കോൾ മീ ആഫ്റ്റർ 5 o'clock. 5 മണിക്ക് ശേഷം എന്നെ വിളിക്കൂ. ഡോണ്ട് കോൾ മീ ബിഫോർ 6 in the morning. രാവിലെ 6 മണിക്ക് മുൻപേ. ബിഫോർ മീൻസ് മുൻപേ. എന്നെ വിളിക്കരുത്. ഫർഗിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മറക്കുക എന്നാണ്. ഡോണ്ട് ഫർഗിറ്റ് മീ, എന്നെ മറക്കരുത്. ഡോണ്ട് ഫർഗെറ്റ് ടു
call me in the evening. Don't forget to call me. എന്നെ വിളിക്കാൻ മറക്കരുത് in the evening. വൈകുന്നേരം എന്നെ വിളിക്കാൻ മറക്കരുത്. റിമെമ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മിക്കുക എന്നാണ്. റിമെമ്പർ ടു ലോക്ക് ദ ഡോർ. വാതിൽ പൂട്ടുന്ന കാര്യം ഓർമ്മിക്കണേ. ട്രൈ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രമിക്കുക എന്നാണ്. ചീറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ചതിക്കുക എന്നും. ഡോണ്ട് ട്രൈ ടു ചീറ്റ് മീ. എന്നെ ചതിക്കാൻ ശ്രമിക്കരുത്. കീപ്പ് യുവർ വേഡ് അല്ലെങ്കിൽ കീപ്പ് യുവർ പ്രോമിസ്. കീപ്പ് വേഡ് എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കുക എന്ന് തന്നെയാണ്. കീപ്പ് പ്രോമിസ് എന്ന് പറയുമ്പോഴും അതേ അർത്ഥമാണ്. ഹീസ് എ മാൻ ഓഫ് പ്രോമിസ്. അവൻ ഭാവിയുടെ വാഗ്ദാനമാണ്. ഏതെങ്കിലും ഒരാൾ ഭാവിയിൽ വലിയ ആളായിത്തീരും എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് പറയും ഹീസ് എ മാൻ ഓഫ് പ്രോമിസ്. എന്നാൽ മാൻ ഓഫ് പ്രോമിസസ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. ഹീസ് എ മാൻ ഓഫ് പ്രോമിസസ് എന്നാണ് ഒരാളെക്കുറിച്ച് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം വാക്ക് പാലിക്കാത്തവൻ എന്നാണ്. എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഇത്തരക്കാർ വാഗ്ദാനം നൽകും, വാക്ക് നൽകും. പക്ഷേ അവയൊന്നും പാലിക്കുകയുമില്ല. വാക്ക് കൊടുക്കുകയും പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് മാൻ ഓഫ് പ്രോമിസസ് എന്നാണ് പറയുക. ട്രസ്റ്റ് അല്ലെങ്കിൽ ബിലീവ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വസിക്കുക എന്നാണ്. ഡോണ്ട് ട്രസ്റ്റ് ഹിം. അവനെ വിശ്വസിക്കരുത്. അവളെ എന്നാണെങ്കിലോ ഹെർ ചേർത്താൽ മതി. ഡോണ്ട് ട്രസ്റ്റ് ഹെർ. ലൈ എന്ന വാക്കിന് കള്ളം എന്നും ക്രിയയായി ഉപയോഗിക്കുമ്പോൾ കള്ളം പറയുക എന്നുമാണ് അർത്ഥം. ഡോൺ ലൈ എന്നാണ് പറയുന്നതെങ്കിൽ കള്ളം പറയരുത്. ഐ നൗ ഹിം. എനിക്കവനെ അറിയാം. ഹീസ് എ ലയ. LIAR. ലയ എന്നാൽ നുണയൻ അല്ലെങ്കിൽ കള്ളം പറയുന്നവൻ. ഐ നൗ ഹിം. എനിക്കവനെ അറിയാം. ഹീസ് എ ലയ. അവനൊരു നുണയനാണ്, കള്ളം പറയുന്നവനാണ്. ഡോണ്ട് സ്മോക്ക്. പുകവലിക്കരുത്. ഡോണ്ട് ടേക്ക് ലിക്വർ. ടേക്ക് എന്ന വാക്കിന് ഡ്രിങ്ക് എന്ന മീനിങ് ഉണ്ട്. ഡ്രിങ്ക് എന്നർത്ഥമുള്ള പദമാണ് ടേക്ക്. ഡോണ്ട് ടേക്ക് ലിക്വർ എന്നാൽ മദ്യപിക്കരുത്. ഹീസ് എ ഡ്രങ്കാർഡ്. ഡ്രങ്കാർഡ് എന്നാൽ മദ്യപാനി. ഹീസ് എ ഡ്രങ്കാർഡ്. അവൻ ഒരു മദ്യപാനിയാണ്. ഡച്ച് കറേജ്. മദ്യപിച്ച് കഴിഞ്ഞ് കാട്ടുന്ന ധൈര്യത്തെയാണ് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. മദ്യപിക്കുന്നതിന് മുൻപേ ചിലപ്പോൾ ധൈര്യം കാട്ടാത്ത ആളായിരിക്കും. മദ്യപിച്ച് കഴിഞ്ഞ് ധൈര്യം കാണിക്കുന്നു. മദ്യപിച്ച് കഴിഞ്ഞ് കാണിക്കുന്ന ധീരതയെ, ധൈര്യത്തിനെ ഡച്ച് കറേജ് എന്നാണ് വിളിക്കുക. ഹീസ് എ കവേർഡ്. കവേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭീരു എന്നാണ്. ഹി ഷൗസ് ഡച്ച് കറേജ് നൗ. ഷൗ മീൻസ് കാണിക്കുക. നൗ ഇപ്പോൾ. ഇപ്പോഴയാൾ കാട്ടുന്നത് ഡച്ച് കറേജാണ്. മദ്യപിച്ച് കഴിഞ്ഞ് കാട്ടുന്ന ധൈര്യം. ഹീസ് എ പിങ്ക് എലഫൻറ്റ്. മദ്യപാനവുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്ന ഒന്നാണ് പിങ്ക് എലഫൻറ്റ്. മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥ. അതോ ഇതോ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഒരുതരം മിഥ്യാഭ്രമത്തിൽ പെട്ടുപോവുക. അങ്ങനെ പെട്ടുപോകുന്നവരെ പിങ്ക് എലഫൻറ്റ് എന്ന് വിളിക്കാം. ഹീസ് എ പിങ്ക് എലഫൻറ്റ് എന്നാൽ മദ്യപിച്ച് ലക്കുകെട്ട് മിഥ്യാഭ്രമത്തിനടിമപ്പെട്ട ആൾ. ഹീസ് എ ബോസ്റ്റിംഗ് കവേർഡ്.
ബോസ്റ്റ് എന്ന വാക്കിന് പൊങ്ങച്ചം പറയുക എന്നർത്ഥമുണ്ട്. ബോസ്റ്റിംഗ് കവേർഡ് എന്നാൽ അർത്ഥം തിണ്ണമിടുക്ക് കാട്ടുന്നവൻ എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ ധൈര്യം കാണിക്കുക, പുറത്ത് ഒന്നിനും ധൈര്യം കാട്ടാൻ കഴിയാത്ത ആൾ. അതാണ് തിണ്ണമിടുക്ക് കാട്ടുക എന്നത്. അപ്പോൾ ബോസ്റ്റിംഗ് കവേർഡ് എന്നാൽ തിണ്ണമിടുക്ക് കാട്ടുന്നവൻ. ഡിലമ എന്ന വാക്കിൻ്റെ അർത്ഥം ധർമ്മസങ്കടം എന്നാണ്, വിഷമാവസ്ഥ. ഐ എം ഇൻ എ ഡിലമ, ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. കേർട്ടിസി എന്ന വാക്കിൻ്റെ അർത്ഥം മര്യാദ എന്നാണ്, കേർട്ടിസി. ഷോ എ ലിറ്റിൽ മോർ കേർട്ടിസി, ഷോ എ ലിറ്റിൽ മോർ കേർട്ടിസി, കുറച്ചുകൂടി മര്യാദ കാണിക്കൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഷോ എ ലിറ്റിൽ മോർ കേർട്ടിസി. കേർട്ടിസി എന്നാൽ മര്യാദ, കേർട്ടിയസ് എന്നാൽ മര്യാദയുള്ള. ഷീ ഈസ് കേർട്ടിയസ് എന്നാൽ അവൾ മര്യാദയുള്ളവളാണ്. ഹീ ഈസ് കേർട്ടിയസ് എന്നാൽ അവൻ മര്യാദയുള്ളവനാണ്. സിനിക് എന്ന വാക്കിൻ്റെ അർത്ഥം ദോഷൈകദൃക്കെന്നാണ്, എന്തിലും ദോഷം മാത്രം കണ്ടെത്തുന്ന ആൾ. എത്ര നന്മയുള്ള പ്രവൃത്തിയാണെങ്കിലും അതിലെന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും, എന്തെങ്കിലും ഒരു ദോഷം കണ്ടുപിടിക്കും. അങ്ങനെ ദോഷം കണ്ടുപിടിക്കുന്നവരെയാണ് സിനിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീസ് എ സിനിക് എന്നാൽ അവൻ ദോഷൈകദൃക്കാണ്. ഓഫൻ, അനാഥൻ. ഓഫനേജ് എന്നാൽ അനാഥാലയം എന്നാണല്ലോ. ഓഫൻ അനാഥൻ. ഡെസ്റ്റിറ്റ്യൂട്ട് എന്നൊരു വാക്കുമുണ്ട് സാധാരണയായി അനാഥൻ എന്ന് സൂചിപ്പിക്കുവാൻ. ഐ എം എൻ ഓഫൻ, ഞാൻ ഒരു അനാഥനാണ്. കോക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു മയക്കുക എന്നാണ്. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മറ്റൊരാളെ നമ്മുടെ വശത്താക്കുക, അതാണ് പറഞ്ഞു മയക്കുക. ഡോണ്ട് ട്രൈ ടു കോക്സ് മീ, എന്നെ പറഞ്ഞു മയക്കാൻ ശ്രമിക്കണ്ട. ബട്ടർ, ബട്ടർ എന്ന വാക്കിന് വെണ്ണ എന്നാണ് അർത്ഥമെന്ന് നമുക്കറിയാം. എന്നാൽ സോപ്പിടുക എന്നർത്ഥത്തിലും അത് ഉപയോഗിക്കും. എന്നെ സോപ്പിടണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കേൾക്കൂ. ഡോൺ ബട്ടർ മീ. സോപ്പിടുക എന്നതിന് ആപ്പിൾ പോളിഷ് എന്നും പറയും. അപ്പോൾ ഡോണ്ട് ആപ്പിൾ പോളിഷ് മീ, ഡോൺ ബട്ടർ മീ, എന്നെ സോപ്പിടണ്ട. ഡോൺ കമാൻഡ് മീ. കമാൻഡ് എന്നാൽ ആജ്ഞാപിക്കുക എന്നാണ്. എന്നോട് ആജ്ഞാപിക്കരുത്, എന്നോട് കൽപ്പിക്കരുത്. കോൾ നെയിംസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ചീത്ത വിളിക്കുക എന്നാണ്, അസഭ്യം പറയുക എന്നാണ്. ഡോൺ കോൾ മീ നെയിംസ്. കോൾ മീ, എന്നെ, എന്നെ ചീത്ത വിളിക്കരുത്. അവനെ എന്നാണെങ്കിലോ ഡോൺ കോൾ ഹിം നെയിംസ്. അവളെ ഡോൺ കോൾ ഹർ നെയിംസ് എന്നൊക്കെ പറയാം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ലൈക്ക് മീൻസ് ഇഷ്ടപ്പെടുക, എനിക്കതിഷ്ടമല്ല. അവോയ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴിവാക്കുക എന്നാണ്. ഡോൺ അവോയ്ഡ് മീ, എന്നെ ഒഴിവാക്കരുത്. ഹെയ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വെറുക്കുക എന്നാണല്ലോ. ഡു യു ഹെയ്റ്റ് ഹർ? നീ അവളെ വെറുക്കുന്നുണ്ടോ? ഡു യു ലവ് ഹർ? നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ? ഐസൊലേറ്റ് എന്ന വാക്കിന്
ഒറ്റപ്പെടുത്തുക എന്നർത്ഥമുണ്ട്. ഒറ്റപ്പെടുത്തുക. ഡോണ്ട് ട്രൈ ടു ഐസൊലേറ്റ് മീ. എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത്. പ്ലീസ് എന്ന വാക്കിന് സന്തോഷിപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ട്രൈ ടു പ്ലീസ് ഹർ എന്ന് പറഞ്ഞാലോ? ട്രൈ ശ്രമിക്കുക, പ്ലീസ് സന്തോഷിപ്പിക്കുക. അവളെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കൂ. പ്ലക്ക് എന്ന വാക്കിന് അടർത്തുക, പിച്ചുക, ഇറുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ് എന്നാണെങ്കിലോ? പൂക്കൾ ഇറുക്കരുത്, പൂക്കൾ പിച്ചരുത്, പൂക്കൾ പറിക്കരുത്. ഡോണ്ട് ഹെൽപ്പ് ഹിം. അവനെ സഹായിക്കരുത്. ഹീസ് എ ലോഫർ. ലോഫർ എന്നാൽ വെറുതെ കറങ്ങി നടക്കുന്നവൻ. വായി നോക്കി എന്നൊക്കെ പറയാറില്ലേ? അത് തന്നെ. ഹീസ് എ ലോഫർ. താഴെ തന്നിരിക്കുന്ന പദങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. ശേഷം അടുത്ത ക്ലാസ്സിൽ